ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നത്? ഏറ്റവും പ്രധാനം ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് നിർണായകമായ ഒരു ദിവസമാണ്. ഇപ്പോൾ വിജയകുമാറിന്റെ റിമാൻഡിലാണ്. നിലവിൽ വിജയകുമാർ കസ്റ്റഡിയിലാണ്. അപ്പോൾ വിജയകുമാറിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന ഘട്ടത്തിലെ ദേവസ്വം ബോർഡ് അംഗം കൂടിയാണ് വിജയകുമാർ. അപ്പോൾ വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിച്ച ഘട്ടമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒടുക്കം രണ്ടുപേരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ശങ്കർദാസിന്റെ കാര്യത്തിൽ ഇന്നൊരു കൃത്യമായ ഒരു തീരുമാനമുണ്ടാകും. കാരണം ശങ്കർദാസിന്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ആശുപത്രിയിൽ തുടരണമോ ജയിലിലേക്ക് മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോ നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. അല്ല, സിബി ജോസഫ് ഉണ്ടോ വിവരങ്ങൾ നൽകാൻ? സിബി ആണ് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത്. സിബി, ഗുഡ് മോർണിംഗ്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിജയകുമാറിനെ ഒറ്റ ദിവസം കസ്റ്റഡിയിൽ മതി എന്ന് SIT ആവശ്യപ്പെടുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ വിജയകുമാറിൽ നിന്ന് ഏറ്റവും പുതുതായി SITക്ക് അറിയാനുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ് മോർണിംഗ് സേഫ് ജിൽസി. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ട് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ, പ്രത്യേകിച്ച് CPIയുടെയും CPMന്റെയും പ്രതിനിധികൾ, ഒന്ന് വിജയകുമാർ, മറ്റൊന്ന് KP ശങ്കർദാസ്, ഈ രണ്ടുപേരുടെയും കാര്യത്തിലാണ് ഇന്നിപ്പോൾ ചില നടപടികൾ വരാൻ പോകുന്നത്. ഇതിൽ ഈ വിജയകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനം SIT എടുക്കുകയും കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി നൽകുകയും ചെയ്യും. അതിനുശേഷം ഒരു ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും A പത്മകുമാർ പ്രസിഡന്റായിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെയും ഈ ബോർഡ് അംഗങ്ങളായിരുന്നത്. പത്മകുമാറിന്റെ മൊഴിയടക്കമെല്ലാം തന്നെയാണ് ഇവർക്കെല്ലാം തന്നെയും വിനയായി മാറുകയും ചെയ്തത്. ഈ ദ്വാരപാലക ശില്പങ്ങളും അതോടൊപ്പം തന്നെ മറ്റെല്ലാം തന്നെയും സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയതിൽ ഈ ബോർഡ് അംഗങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന നിലപാട് തന്നെയാണ് SITക്കുള്ളത്. ഇവരെല്ലാം തന്നെയും അറിവോടെയാണ് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയതെന്നുള്ള ഒരു നിഗമനത്തിലാണ് SIT. അതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിന്റെയും അതോടൊപ്പം തന്നെ വിജയകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തായാലും വിജയകുമാറിനെ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. മറ്റൊന്ന് KP ശങ്കർദാസിനെ കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി, അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയാണ്. ഈ ആശുപത്രിയിലെത്തി ശങ്കർദാസിനെ റിമാൻഡ് ചെയ്തിരുന്നു. കൊല്ലം വിജിലൻസ് ജഡ്ജി റിമാൻഡ് ചെയ്തിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച ചില കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഡോക്ടർമാരെത്തി അദ്ദേഹത്തെ ഇന്ന് പരിശോധിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലെ തൃപ്തികരമാണെങ്കിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റും. അതല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ഈ ചികിത്സകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. അതുമല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി തന്നെ തുടരാനുള്ള സാധ്യതയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ തീരുമാനമെടുക്കും. എന്തായാലും അദ്ദേഹത്തിന് പക്ഷാഘാതം മൂലം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്, വളരെ നാളുകളായി ചികിത്സയിലാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റിയാൽ അദ്ദേഹത്തിന് വീണ്ടും മാനസിക സമ്മർദ്ദമുണ്ടാകും, പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നെല്ലാം ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ എത്തി അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതുകൂടാതെ ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ റിപ്പോർട്ടും ഉണ്ടാകും. ഇതെല്ലാം തന്നെയും പരിശോധിച്ച ശേഷമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഉടൻ തന്നെ ശങ്കർദാസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് SIT നീങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതൊക്കെ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു IPS ഓഫീസറുടെ അച്ഛനായതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകുന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ കേസിൽ നിർണായകമായ അറസ്റ്റുകൾ തന്നെയായിരുന്നു ഈ CPI നോമിനിയായ ശങ്കർദാസിന്റെയും CPM അംഗം നോമിനിയായ ഈ വിജയകുമാറിന്റെയും അറസ്റ്റ്. ഇനിയിപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് പോകണം. അതേസമയം തന്നെ ശങ്കർദാസ് ഇന്നിപ്പോൾ ഒരുപക്ഷെ ജാമ്യാപേക്ഷയുമായി അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വൈദ്യ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ജയിലിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ഇന്നലെ എത്തിയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. സമയം വൈകിയതിനാൽ ഇന്നിപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തും.